ഗൈസ്, എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ ഫ്രണ്ട്സ്, അവൻ്റെ നിപ്പ് കണ്ടോ? തടവാൻ വേണ്ടിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഇടക്കൊരു നിപ്പൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, സെറ്റിയിലൊക്കെ ഇത് വെച്ചിട്ട് അവന് തടവി കൊടുക്കണം നമ്മൾ. കണ്ടോ? അപ്പോൾ നമ്മളെ സോപ്പിടാൻ ഇവന് ഇങ്ങനെയൊക്കെ നിൽക്കും കേട്ടോ. ഇത് കണ്ടോ, സോപ്പിടാൻ നിൽക്കുന്നതാണേ. കണ്ടില്ലേ? ഓ ഓ ഓ ഓ എൻ്റെ മാ അയ്യോ, കയറിയിരുന്ന. ശരി 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 മാമി തടവി തരാം കേട്ടോ. ഇവനെ സോപ്പിടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാണിക്കും കേട്ടോ. दिल के टुकड़े टुकड़े करके मुस्कुरा के चलती जाते जाते ये तो पता ना हम जिएंगे किसके लिए. ഇത് കണ്ടോ, കിടന്ന് വരുന്ന കണ്ടോ, കിടന്ന് വരുന്ന കണ്ടോ കള്ളൻ. ആ, ദിൽ കെ ടുക്കടേ ടുക്കടേ കർക്കെ മുസ്കുരാ കെ ചൽ ദിയേ जाते जाते ये तो पता ना हम जिएंगे किसके लिए, हम जिएंगे किसके लिए. ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? എൻ്റെ പൊന്നിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി അല്ലേ, ചേട്ടന് വേണ്ടി, അച്ചിച്ചേട്ടന് വേണ്ടി, അഞ്ചി ചേച്ചിക്ക് വേണ്ടി, എൻ്റെ പൊന്നിന് വേണ്ടി മമ്മി ജീവിച്ചിരിക്കുന്നവരെ നോക്കും കേട്ടോ നല്ലതായിട്ട്. ഹം ജിയേംഗേ കിസ്കേ ലിയേ കിസ്കേ ലിയേ. എൻ്റെ പൊന്നോ, എൻ്റെ പൊന്നു, അവിടെ ഇരുന്നേ അവിടെ ഇരുന്നേ. ഓ, വലിയ ആൾക്കാരൊക്കെ സെറ്റിയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ എന്താ ആളെന്നറിയാമോ? കണ്ടോ കാണിക്കുന്നു, നോക്കൂ. കണ്ടോ, ഭയങ്കര സ്റ്റൈൽ രാമനാണ്. സ്റ്റൈൽ മന്നനാണ് ഫ്രണ്ട്സ്, സ്റ്റൈൽ മന്നൻ. പൊന്നു, പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് പാട്ട്, ഹിന്ദി പാട്ടാവട്ടെ, തമിഴ് പാട്ടാവട്ടെ, മലയാളം ആവട്ടെ, അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാട്ടിങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. दिल के टुकड़े टुकड़े करके मुस्कुरा के चल दिए जाते जाते ये तो पता ना हम जिएंगे किसके लिए, हम जिएंगे किसके लिए, किसके लिए, किसके लिए, किसके लिए, बोलो किसके लिए. हम जिएंगे किसके लिए, बोलो बोलो बाबा, बोलो किसके लिए है? किसके लिए. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി മോന് മക്കൾക്ക് ടിഫിനൊക്കെ കെട്ടാൻ വേണ്ടി ഫ്രൈ റൈസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി ചോറൊക്കെ വെക്കണം കേട്ടോ ഉച്ചത്തെ. ഇതിപ്പോൾ ടിഫിൻ കെട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അന്നിരുന്നപ്പോഴാണ് ഇവൻ്റെ ഈ കോപ്രായങ്ങൾ. കള്ളക്കെട്ടിന് ഇങ്ങനെ സോപ്പിട, എന്നെയും ഞാനീ മമ്മിയും ചേച്ചിയൊക്കെ സോപ്പിട ഇങ്ങനെ ഒരുപാട് കാണിക്കും. കള്ളന് തടവി കൊടുക്കണം. കള്ളൻ സുഖലോലുവനാണ്. മമ്മി ജീവിച്ചിരിക്കുന്നവരെ എൻ്റെ പൊന്നിനെ നല്ലവണ്ണം നോക്കും. മമ്മിയുടെ ശ്വാസം നിലയ്ക്കുന്നവരെയും മമ്മി നല്ലവണ്ണം നോക്കും. ചാൻസി മെഹബൂബ് മാഹോ മേരി കപ്പ് വിളിച്ചോണ്ട് വന്നു ഡാഡാ. പോന്നു. ना कश में है ना रेश में है, ना शिक में है ना वादे है. ആരാ പൊന്നോ ഇത്? കണ്ട പൂവൊക്കെ മേടിച്ചോണ്ട് വന്നു. അച്ഛാ, പൂജ ചെയ്യണം. ഇത് കണ്ടോ, പൂവൊക്കെ പൂജ ചെയ്യണം. ഇതൊക്കെയാണ് ഇവൻ്റെ കണ്ടോ വികൃതികൾ. ഏതോ സ്ട്രീറ്റ് പപ്പി അവിടെ സൗണ്ട് വെക്കുന്നു. അതാ അവൻ നോക്കുന്ന കേട്ടോ. ഈ അപ്പുറത്ത് ഒരു ഇച്ചിരി പറമ്പുണ്ട്, അവിടെ ഈ പൂച്ചകളൊക്കെ വന്നിരിക്കുവേ, അതാണ് ഈ നോക്കുന്നത്. പൂജയൊക്കെ ശരിയാകട്ടെ കേട്ടോ, പൂജാ റൂമൊക്കെ ശരിയാക്കട്ടെ കേട്ടോ. കൊണ്ട് ഞാനിരിക്കും കൈകളെന്നു തൊട്ടിനാക്കി
മമ്മി എങ്ങനെ പ്രാർത്ഥിക്കുന്നത് മോൻ പ്രാർത്ഥിച്ച് പ്രണാം ചെയ്യാൻ അറിയാം. പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? സുമനസ വന്ദിത സുന്ദരി മാധവി ചന്ദ്ര സഹോദരി ഹേമമയേ മുനിഗണ വന്ദിത മോക്ഷപ്രദായിനി മഞ്ജുള പാക്ഷിണി വേദനുദേ പങ്കജവാസിനി ദേവസുഭൂജിത സദ്ഗുണവർഷണ ശാന്തിയുതേ ജയ ജയ ഹേ മധുസൂദന കാമി ആദിലക്ഷ്മി പരിപാലയ മാം. മോനെ നീ ഇങ്ങനെ പാടി മമ്മി ഇങ്ങനെ മന്ത്രം ചൊല്ലണം എന്നിപ്പോൾ കാണിച്ചു കൊടുത്തേ. എല്ലാ ചേച്ചിമാർക്കൊക്കെ എങ്ങനെ മമ്മി മന്ത്രം ചൊല്ലണം എന്ന് പറഞ്ഞു കൊടുത്തേ. ഐകലി കൺമശനാശിനി കാമിനി വൈദികരൂപിണി വേദമയേ ക്ഷീരസമുദ്ഭവ മംഗളരൂപിണി മന്ത്രനിവാസിനി മന്ത്രനുദേ മംഗളദായിനി അംബുജവാസിനി ദേവഗണാശ്രിത പാദയുദേ ജയ ജയ ഹേ മധുസൂദന കാമിനി ധാനിലക്ഷ്മി പരിപാലയ മാം. ഇങ്ങനെയൊക്കെയല്ലേ മമ്മി പ്രാർത്ഥിക്കുന്ന പൊന്നു കേൾക്കുന്നില്ലേ? മമ്മി എങ്ങനെ പ്രാർത്ഥിക്കുന്ന പൂജാ റൂമിൽ എങ്ങനെ പ്രാർത്ഥിക്കുന്ന പൊന്നോ? മമ്മി എങ്ങനെ പ്രാർത്ഥിക്കുന്ന പൊന്നോ? ഓം ധനദായ നമഃ, ഓം കുബേരായ നമഃ, ഓം വൈശ്രവണായ നമഃ, ഓം ശിവഭക്തായ നമഃ, ഓം സമർത്ഥ്യേ നമഃ, ഓം ജ്ഞാനദായിനേ നമഃ, ഓം പ്രപഞ്ചനാഥായ നമഃ, ഓം ആർജിതായ നമഃ, ഓം മോഹനായ നമഃ, ഓം ശൈലാരൂഢായ നമഃ, ഓം രത്നദായിനേ നമഃ, ഓം രജിതത്രിപസേന നമഃ, ഓം കിരീടധാരിണേ നമഃ, ഓം പട്ടബന്ധായ നമഃ, ഓം ദീപ്ത്രേ നമഃ. മമ്മി ഇങ്ങനെ പ്രാർത്ഥിക്കാറില്ലേ? ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? ഇല്ലേ പൊന്നോ? മന്ത്രം ചൊല്ലുന്ന ഒന്ന് ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ പറഞ്ഞു കൊടുത്തേ. ഭൗ 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 എന്ന് മോൻ്റെ ഭാഷ പറഞ്ഞു കൊടുത്തേ പൊന്നു. മമ്മി എങ്ങനെ ഹനുമാൻ ചാലീസ ചെയ്യുന്നത്? ശ്രീ ഗുരു ചരണ സരോജിരജ് നിഗമന മുഖരു സുധാരി ബനഹുസ്രഘുബർ വിമൾ ജസ്സു ജോദായക് ഫൽചാരി. എങ്ങനെയാണ് മമ്മി ഹനുമാൻ ചാലീസയൊക്കെ ചൊല്ലുന്ന പൊന്നു? എങ്ങനെയാണ് ചൊല്ലുന്ന പൊന്നു? ജയ് ഹനുമാൻ ജാനു ഗുണു സാഗർ जय कवि सिद्धि लोक भुजागर रामदूत अतिलुत बलदाम अंजनी पुत्र पवन सुदुनाम महावीर विक्रम बजरंगी कुमरी निवार सुमതി के संगी कंजन बरन विराज सुवेश कानन कुंडल कुंजित हेस. മമ്മി എങ്ങനെ ഡെയിലി ഹനുമാൻ ചാലീസയും ഒക്കെ എങ്ങനെ പൊന്നു പറയുന്നവന്ന് പറഞ്ഞു കൊടുത്തേ. ഇതാ അല്ല, എങ്ങനെയാണ് മമ്മി മന്ത്രം ചൊല്ലുന്ന മോൻ കേൾക്കുന്നില്ലേ? പറഞ്ഞു കൊടുത്തേ എല്ലാവർക്കും. हाथ ब्रज ऊर्दोज पिराजे गंधे मूच जनऊ साजे शंकर सुवन केसरी नंदन तेज प्रताप महाजगबंदन वृंदावन गुणी आदि चादो राज काज करि भिके था प्रभु चरित्र सुनवे के रसिया राम लंघन सीतावन बसिया सूक्ष्म रूप धरि सियाही दिखावा विकट रूप धरि लंघ जरावा भीम रूप धरि असुर संहारे रामचंद्र के काज संहारे लाय सजीवन लंघन जियाए ശ്രീ രഘുപൂർ ഹരിശ്രീ ഉള്ളി. അമ്മ ഇങ്ങനെ ഹനുമാൻ ചാലീസയൊക്കെ ചൊല്ലുന്നൊന്ന് കാണിച്ചു കൊടുത്തേ പൊന്നോ. എണീറ്റ് കാണിച്ചു കൊടുത്തേ. അവിടെ ഇരിക്കുക ഇരുന്ന് മമ്മി എങ്ങനെ പൂജാ റൂമിലെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുത്തേ. ബൗ 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 മോൻ്റെ ഭാഷ പറഞ്ഞു കൊടുത്തേ. മോ കേൾക്കുന്നല്ലേ ഡെയിലി മമ്മി ഹനുമാൻ ചാലീസയും മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നത്? ഇന്ന് വ്യാഴാഴ്ചയല്ലേ, നമ്മൾ തുളസി മന്ത്രം ചൊല്ലാറില്ലേ? എങ്ങനെയാ തുളസി മന്ത്രം? ഓം തുളസി മൃത സംബുദേ സദാത്തം കേശവപ്രിയ കേശവാർത്ഥം ലുനാമിത്തം വരദാഭവ ശോഭനേ. എങ്ങനെ മമ്മി ചൊല്ലുന്നത്? മമ്മി ഇങ്ങനെയൊക്കെ ചൊല്ലാറുണ്ടല്ലേ പൊന്നോ? നമുക്ക് പൂജ ചെയ്യുന്നില്ലേ നമ്മൾ? അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ പൂജ ചെയ്യാൻ പോകുന്നു. ഡെയിലി ഇവൻ ഇതൊക്കെ കേട്ടാ കേട്ടോ. ഞാൻ ഓരോ ദിവസം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ഹനുമാൻ ചാലീസ ചൊല്ലും. അങ്ങനെ ഇവൻ ഓരോ മന്ത്രങ്ങൾ ഇവൻ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇവൻ ഒരു മണിക്കൂർ അവിടെ ഇരിക്കും. ഇവന് നല്ലവണ്ണം അറിയാം. ഡാഡിയെ കൊണ്ടാക്കാൻ പോണാ? ശരി ഏട്ടാ, ഓടിവാ. ചെളിയിലൊന്നും ചവിട്ടരുത് ഏട്ടാ. അവിടെ നോക്കണ വാ. അവിടെ ഇല്ല അവൻ. വാ, അവിടെ ഇല്ല. വാ വാ ഒരു ഭക്ഷണം കഴിക്കുന്നു. വായോ പോന്നു മമ്മ. ബുള്ളറ്റിനെ വിളിക്കണ. ബൗ ബുള്ളറ്റ്. അവൻ്റെ ഭാഷയിൽ ഒരുപാട് വർത്താനം പറയും. അവൾ വരുന്നില്ല, അവൾക്ക് നാണക്കേടുതേ. അവിടെ അച്ഛൻ പറയുന്നു വരാൻ, പക്ഷെ അവൾ വരുന്നില്ല. വാ മോൻ.
আসো বুলেট, আসছে না? ഓ വന്നല്ലോ അവള്. দিয়েছো। কোথায় যাইছো তুমি বুলেট? হ্যাঁ বুলেট কোথায় যাইছো? কোথায়বার ডাকছে ভাইয়া। বুলেট বুলেট কোথায়বার দাদা ডাকছে, স্কুবি দাদা ডাকছে তোমাকে। ও এই কথা বলেছি, তুমি ইত্যাদি কোথায় যাইছে? ও ও ও ও পড়ে যাবে না বাবা। বাহ, টাটা টাটা, কাল আসবে। হ্যাঁ কাল আসবি বুলেট। ওই মিয়াও মিয়াও, কাল আসবি। মিয়াও, কাল আসবি, ঠিক আছে? দাদা ডাকছি তো, কতবার ডাকছে তোমাকে നീച്ചെ থেকে ഊപ്പർ থেকে. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇത് കണ്ടോ? വിളക്കിൻ്റെ അടുത്ത് വന്ന് ഒരുത്തൻ പ്രണാമം ചെയ്ത് കിടക്കുന്നതായി കാണുന്നത്. ഞാൻ വിളക്ക് എത്തിക്കുമ്പോൾ മന്ത്രം ചൊല്ലുമ്പോഴും സ്തോത്രം ചൊല്ലുമ്പോഴൊക്കെ ഇങ്ങനെയാട്ടോ ഇവിടെ വന്നിരുന്ന്. ഇത് കണ്ടോ? വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇതാണ് അവൻ്റെ പരിപാടി. അപ്പം ഞാൻ വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടോ? അന്ന് കിടക്കുന്നതാണേ. ഇത് കണ്ടോ? കണ്ടോ? ഭയങ്കര പ്രാർത്ഥനയാണ് കേട്ടോ. പൊന്നോ പൊന്നോ പൊന്നോ, എന്താണ് മമ്മി പ്രാർത്ഥിക്കാൻ പറഞ്ഞു തന്നിട്ടുള്ളത്? ഡെയിലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണ്? അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധിർദ്യം ഭിക്ഷാദേവിജ പാർവതി അഹം വൈശാരുൽഭവ പ്രാണിനാം ദേവഭാഷിരി പ്രാണാത്മന സംയുക്തം പജാമൃന്നം ചതുർവിധം. മമ്മി ഡെയിലി ഇങ്ങനെയല്ലേ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? ഡെയിലി ഈ മന്ത്രം ചൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ലേ മമ്മി? എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്ക് അന്നവും അതിഥിയും യാചകരും ധാരാളം ലഭിക്കട്ടെ. ഞാൻ ഈ ജന്മത്തിൽ ആരോട് യാചിച്ച് ഭക്ഷണം വാങ്ങാൻ ഇടയാകാതിരിക്കട്ടെ. എനിക്ക് അന്നവും അതിഥിയും ധാരാളം ലഭിക്കട്ടെ. തമ്പായി തമ്പായി ആണോ? ഇങ്ങനെയാണോ മോനെ പ്രാർത്ഥിക്കുന്നത്? ഡെയിലി മമ്മി ഈ മന്ത്രം ചൊല്ലാൻ അവനെല്ലാം അറിയാൻ കേട്ടോ ഫ്രണ്ട്സ്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെയാണ് മന്ത്രം ചൊല്ലുന്നത് കേട്ടോ. അപ്പോൾ അത് എല്ലാ മന്ത്രവും ചൊല്ലും, ശിവമന്ത്രവും ദേവി മന്ത്രവും അവനെല്ലാം കേട്ടുകൊണ്ടിറങ്ങും, പക്ഷെ അവന് പറയാൻ പറ്റുന്നില്ല പാവം. ആർത്തി തൊഴണ്ടേ? ബാ തമ്പായി, എൻ്റെ മോന് നല്ല ബുദ്ധിയൊക്കെ കൊടുക്കണമേ, നല്ല ആയുസ്സും ആരോഗ്യം കൊടുക്കണമേ. തമ്പായി, എൻ്റെ മോന് നല്ല ബുദ്ധി കൊടുക്കണമേ, നല്ല ആയുസ്സും ആരോഗ്യം കൊടുക്കണമേ. തമ്പായി, ചേച്ചിക്കും ചേട്ടനും എൻ്റെ മോനും എല്ലാം മമ്മിക്കും എനിക്കെല്ലാം നല്ല ആയുസ്സും ആരോഗ്യവും നമ്മളെ അറിയാവുന്നുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല ആരോഗ്യവും ആയുസ്സും കൊടുക്കണമേ. ഇത് കണ്ടോ? ആർത്തി തൊഴാനായി വന്നിരിക്കുന്നത് കേട്ടോ. കണ്ടോ? ഇത് കണ്ടോ? വന്നിരിക്കുന്ന കേട്ടോ. അപ്പോൾ പൂജ കഴിഞ്ഞു. ശംഖ് ഊതുമ്പോൾ അവനറിയാം കേട്ടോ പൂജ കഴിഞ്ഞു എന്ന്. അവനെല്ലാം അറിയാം. ഞാൻ ചൊല്ലുന്ന സ്തോത്രവും മന്ത്രങ്ങളും എല്ലാം അവനെ ഓരോ ദിവസത്തും അവനറിയാം കേട്ടോ. ഇതാണ് അവൻ്റെ പൂജ. ഇത് കണ്ടോ? ദിനചര്യ. ഞങ്ങളുടെ പൂജയൊക്കെ കഴിഞ്ഞു കേട്ടോ. പൂജയൊക്കെ കഴിഞ്ഞു രാവിലെ കേട്ടോ. അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുക്കാൻ ഇനി 1 മണിക്കൂറും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഫോൺ വീണ് പോയി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ. ഒന്ന് ഇരുട്ടായി പോയി, ഇടയ്ക്കൊന്ന് ഫോൺ ചരിഞ്ഞൊക്കെ പോയി. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ആനോ ഫ്രണ്ട് അടോ, നമുക്കൊരു ഒരു 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 ഹായ് പറഞ്ഞു കൊടുത്തേ. മമ്മിക്കൊരു ഉമ്മൻ തന്നി പൊന്നോ. പൊന്നോ വാ, നമ്മുടെ പൊന്നല്ലേ ഒരു ഹായ് കൊടുത്തേ. ഹായ് എന്ന് കൊടുത്തേ. എന്നാലും കൊണ്ടുപോകണോ മമ്മ? ടാറ്റ കൊണ്ടുപോകണോ? വണ്ടിയിൽ കൊണ്ടുപോകണോ? വാ ഹായ് ഹായ് തന്നേ. ഹായ് തന്നി പൊന്നോ. പൊന്നൂസേ താ, നമ്മുടെ പൊന്നല്ലേ താ. ഒന്നും കൂടെ ഹായ് ഹായ് ഗുഡ് മോർണിംഗ് കൊടുത്തേ.
ഗുഡ് മോർണിംഗ് കൊടുത്തേ എല്ലാവർക്കും, എല്ലാ ചേച്ചിമാർക്ക് അങ്കിൾമാർക്കൊക്കെ ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തേ. കൊടുത്തുമ്മ ഗുഡ് മോർണിംഗ് കൊടുത്തേ കൊടുത്തേ കൊടുത്തേ. മമ്മി കൊണ്ടുപോവാ, പൊന്നിന് കൊണ്ടുപോവാ അമ്മേ. ഗുഡ് മോർണിംഗ് കൊടുത്തേ വേണ്ടേ? അടുത്ത പൊന്നോ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തേ. മമ്മി വീഡിയോ വൈൻഡപ്പ് ആക്കാൻ പോകുന്നു. ബാ പൊന്നല്ലേ പൊന്നല്ലേ മമ്മി കാറിൽ കൊണ്ടുപോവേ. ബാ ചേട്ടാ വന്നിട്ട് പോവാട്ടാ. അച്ചു കൊച്ചിനെ വണ്ടിയിൽ കൊണ്ടുപോണേ അച്ചു. ബാ ഹായ് തന്നിടാ കള്ള. ഹായ് ദേഷ്യത്തിൽ തരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹായ് തന്നു. അപ്പോൾ ഇനി ചോറ് കൊടുക്കണം കൊച്ചിന്. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആക്ച്വലി ഞാനിന്ന് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ കേട്ടോ. അപ്പോൾ നാളെ ഇനി ദീപക്ക് 4 ദിവസം അവധിയാണ്. അപ്പോൾ നാളത്തെ ഇനി പ്രകൃതം എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ. ഇപ്പോൾ മുക്കാൽ പണിയുണ്ടെങ്കിൽ ആളെ ഫുൾ പണിയും നമ്മുടെ തന്നെ കേട്ടോ. നമുക്കൊക്കെ ഇച്ചിരി വൃത്തികളൊക്കെ കൂടുതൽ. പിന്നെ ഈ പൂജാ റൂമിൽ 1.5 മണിക്കൂർ രാവിലെ പോവും, വൈകുന്നേരം പോവും. പഴയ പൂവെടുക്കണം, അവിടെ തുടയ്ക്കണം, തുണികൾ മാറ്റണം, വിളക്ക് പാത്രം ഒരുപാടുണ്ട് കഴുകണം, വൈകുന്നേരവും അതുപോലെ തുടയ്ക്കണം. അപ്പം അങ്ങനെ വൈകുന്നേരം സന്ധ്യ അകം അടിക്കണം, രാവിലെ അടിക്കണം, തുടയ്ക്കണം, താഴത്തെ ഫ്ലാറ്റിൽ തൂക്കണം, തുടയ്ക്കണം. ഫ്രണ്ട് ഇച്ചിരി സ്ഥലം നിങ്ങൾക്കറിയാമല്ലോ, സിമെൻ്റ് ആണെങ്കിൽ അടയ്ക്കണം. അപ്പം അതിപ്പോൾ പണി തുടങ്ങും കേട്ടോ. തുടങ്ങിക്കഴിഞ്ഞാൽ പൂജ കഴിഞ്ഞാലൊക്കെ ഞങ്ങൾ ദിവസം കഴിഞ്ഞാൽ പണി തുടങ്ങണമെന്നും പറഞ്ഞിരിക്കുന്നു താഴത്തെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പണിയൊന്ന് കുറയും കേട്ടോ. അപ്പോൾ ദീപക്ക് കണ്ണിൻ്റെ ഇഞ്ചക്ഷന് വേണ്ടി 4 ദിവസം അവധി കേട്ടോ. അപ്പോൾ ഇന്നൊന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഒരു ഹായും കൂടെ കൊടുത്തേ. മമ്മ നിർത്താൻ പോന്നു. ഒരു ഹായ് കൊടുത്തേ. ഹായ് ഇന്ന് കൊടുത്തേ. അങ്കിൾമാർക്ക് ആൻറ്റിമാർക്കൊക്കെ ഒരു ഹായ് കൊടുത്തേ. വാ അവിടെ പൊന്നല്ലേ. ഗുഡ് ബോയ് ഹായ് കൊടുത്തേ. ഗുഡ് ബോയ് തന്നെടി. ഗുഡ് ബോയ് തന്നെ. കാലുവാണോ നല്ലത് മോനാണോ നല്ലത്? കാലുവാണോ നല്ലത് മോനാണോ നല്ലത്? ആരാണ് പറയൂ. മമ്മിക്കുമ്പോൾ തന്നെ മമ്മിയൊക്കെ ദേ മോനും അമ്മയും ദേ പൂജയൊക്കെ ചെയ്തിട്ട് വന്നു കേട്ടോ. ഞാൻ ബാക്ക് ക്യാമറ കുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ക്യാമറ ആയിപ്പോയി. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാക്ക് ക്യാമറ കുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ക്യാമറ വന്നു പോയി. എല്ലാം പൊന്നോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം ഫ്രണ്ട്. അപ്പം എൻ്റെ മോനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് മോൻ്റെ മമ്മിയും വന്നു. ഫ്രണ്ടോ ബാക്ക് ക്യാമറ വെച്ചതായിട്ടോ. അപ്പോൾ ഫ്രണ്ട് ക്യാമറ വന്നു പോയി ഫ്രണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട് പറഞ്ഞേ. യോ ക്യാമറ ഇത് കണ്ടോ? പൊന്നോ എവിടെ ഇങ്ങോട്ട് വന്നേ. ടാറ്റ പറഞ്ഞേ ഇവർക്കൊക്കെ ടാറ്റ പറഞ്ഞേ. അയ്യോ പൊന്നോണ് കേട്ടോ. പൊന്നാണ് കേട്ടോ. എവിടെ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ്. അറിയാതെ ഇങ്ങോട്ട് ക്യാമറയിൽ വന്നു പോയി. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം. അതുവരേക്കും ബൈ. അപ്പോൾ പൂജയൊക്കെ ചെയ്ത് വന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം, എല്ലാം ചെയ്യണം. എന്നെ ഇവിടെ ഇരുത്തി കേട്ടോ ഫ്രണ്ട്സ്. ഇത് കണ്ടോ പപ്പിയൊക്കെ തരുന്ന അവിടെ ഒന്ന് ഇരുന്ന് പോയി കേട്ടോ. എൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റാൻഡ് കുറേ ഉണ്ട് കേട്ടോ. പക്ഷേ സ്റ്റാൻഡ് ഒന്നും ശരിയല്ല. അതാ ഇപ്പോൾ ബാക്ക് ക്യാമറ വെച്ചപ്പോൾ ഫ്രണ്ട് ക്യാമറയൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും പറഞ്ഞ് എല്ലാവരെയും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം ഫ്രണ്ട്സ്. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം ഫ്രണ്ട്സ്. പറഞ്ഞേ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം ഫ്രണ്ട്സ്. അതുവരേക്കും ബൈ.
അയ്യോ 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 എനിക്ക് വയ്യേ എൻ്റെ മോൻ. ഓക്കെ ഫ്രണ്ട്സ്, നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും ബൈ.